ഇന്ത്യയിൽ നിന്നും കോടികളുടെ അഴിമതിപ്പണവും വാരിയെടുത്ത് യുഎസിലേക്കോ യുഎയിലേക്കോ മുങ്ങുക എന്നത് വലിയ വലിയ ബിസിനസ്സുകാരുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ്. ആ പരിപാടി ഇനി ഇന്ത്യയിൽ നടപ്പില്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടി രൂപ വായ്പ എടുത്ത ശേഷം അത് തിരിച്ചടയ്ക്കാതെ മുങ്ങിയ വലിയ വജ്ര വ്യാപാരിയായ നീരവ് മോദിയുടെ സഹോദരനെ യുഎസിൽ വെച്ച് പിടികൂടിയിരിക്കുകയാണ് ED CBI സംഘം. ഇത്തരത്തിലൊരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതിലൂടെ ഇന്ത്യയുടെ നയം കൂടി നരേന്ദ്രമോദി സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നീരവ് മോദിയുടെ ഇളയ സഹോദരനായ നേഹൽ മോദി ജൂലൈ 5-ന് യുഎസിൽ വെച്ച് ED CBI സംഘം പിടികൂടി എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ 13,000 കോടി തട്ടിച്ച കേസിൽ നേഹൽ മോദിയെ ചോദ്യം ചെയ്യാനായി ഇന്ത്യക്ക് കൈമാറണം എന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ കേന്ദ്ര സർക്കാർ US കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് നേഹൽ മോദിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഈ കുറ്റങ്ങളുടെ പേരിലാണ് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാൻഹട്ടനിലെ ഒരു ഡയമണ്ട് കമ്പനിയിൽ നിന്നും $26 ലക്ഷം വിലയുള്ള വജ്രക്കല്ലുകൾ വാങ്ങി തട്ടിപ്പ് നടത്തി എന്ന കുറ്റകൃത്യത്തിന്റെ പേരിലാണ് നേഹൽ മോദിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡയമണ്ട് കമ്പനിയെ തട്ടിച്ച് മറ്റൊരു കേസും ഇയാൾക്കെതിരെ ഉണ്ട്. നീരവ് മോദിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ബിസിനസ്സിനായി 13,000 കോടി വായ്പ എടുത്തത്. പക്ഷേ നീരവ് മോദിക്ക് ലോകമെമ്പാടും കടലാസ് കമ്പനികൾ തുറന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിച്ചത് നേഹൽ മോദിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പണം തട്ടിച്ചതിൽ കൂട്ടുപ്രതി നേഹൽ മോദിയാണ്. വിദേശ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ച ശേഷം അതിനുള്ള തെളിവുകൾ നശിപ്പിച്ചിരുന്നത് നേഹൽ മോദിയാണ്. രഹസ്യമായ വാർത്താവിനിമയത്തിനുള്ള സെർവറുകൾ വരെ നശിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും എന്നുള്ള ഉറച്ച തീരുമാനമാണ് രാജ്യദ്രോഹികളെ ഇത്തരത്തിൽ അഴിയെണ്ണിക്കുന്ന നടപടികളിലൂടെ പുറത്തുവരുന്നത്. രാജ്യത്തിനെതിരായി പ്രവർത്തിച്ച സകല രാജ്യദ്രോഹികളെയും അഴിയെണ്ണിക്കും എന്ന കേന്ദ്ര സർക്കാർ നയം നടപ്പിലാവുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ ഉൾപ്പെടെ പറ്റിച്ച് 13,850 കോടി രൂപയോളം വരുന്ന വായ്പാ തട്ടിപ്പ് നടത്തിയ മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലായത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. മെഹുൽ ചോക്സി മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനന്തരവൻ നീരവ് മോദിയും കേസിലെ പ്രധാന പ്രതിയാണ്. കഴിഞ്ഞ 6 വർഷമായി നീരവ് മോദി ലണ്ടനിലെ ജയിലിലാണ്. ഏപ്രിൽ 12-നാണ് ബെൽജിയം പോലീസ് ഒളിവിൽ പോയ വജ്ര വ്യാപാരി മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്യുന്നത്. തട്ടിപ്പിൽ മുഖ്യപ്രതിയായ ചോക്സിയെ കൈമാറണം എന്ന അന്വേഷണ ഏജൻസികളുടെ അപേക്ഷയെ തുടർന്നാണിത്. എന്നാൽ മെഹുൽ ചോക്സിയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് വൈകിയേക്കും എന്നാണ് സൂചന. 7 വർഷത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് ചോക്സിയെ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നത്. വൻതുകയുടെ വായ്പാ തട്ടുകൾ ഉൾപ്പെടെ നടത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്ന് ചിലരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ബാങ്കിംഗ് തട്ടിപ്പുകൾ നടത്തിയവരിൽ ഇപ്പോഴും ഒളിവിലാണ്. മെഹുൽ ചോക്സിയുടെ നീരവ് മോദിയുടെയും വിജയ് മല്യയുടെയും മാത്രം 19,111 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇന്ത്യൻ സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. നീരവ് മോദിയും അമ്മാവൻ മെഹുൽ ചോക്സിയും ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. വ്യാജരേഖകൾ ഹാജരാക്കി വായ്പ എടുത്ത ശേഷം മുങ്ങിയ നീരവ് മോദി 2019 മാർച്ച് 19-നാണ് ലണ്ടനിൽ അറസ്റ്റിലായത്. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് നീരവ് മോദിക്കെതിരായ കേസുകൾ അന്വേഷിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 14,000 കോടി രൂപ തട്ടിച്ചു എന്ന കേസാണ് നീരവ് മോദിക്ക് എതിരെയുള്ളത്. ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിനെതിരെ നീരവ് മോദി UK കോടതിയെ സമീപിച്ചു എങ്കിലും പരാജയപ്പെട്ടിരുന്നു. EDയും CBIയും ഫയൽ ചെയ്ത 2 പ്രധാന കേസുകളാണ് നീരവിന് നേരിടേണ്ടി വന്നത്. നീരവും അമ്മാവൻ മെഹുൽ ചോക്സിയും ചേർന്ന് 14,000 കോടിയുടെ തട്ടിപ്പാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് വഴി നടത്തിയത്. തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം സഹോദരി പൂർവി മോദിയുടെ അക്കൗണ്ടിലൂടെ കടത്തി എന്നാണ് ED കണ്ടെത്തിയത്. വൻകിട ബിസിനസ്സുകാർക്ക് ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കോടികളുടെ ഇടപാടിന് സൗകര്യമൊരുക്കുന്ന ബയേഴ്സ് ക്രെഡിറ്റ് രേഖകൾ ഉപയോഗിച്ചാണ് നീരവ് വിദേശത്ത് തട്ടിപ്പുകൾ നടത്തിയത്. PNBയുടെ ഉറപ്പിന്റെ പിൻബലത്തിൽ വിദേശ ബാങ്കുകളിൽ നിന്ന് ഇയാൾ വലിയ തോതിൽ പണം പിൻവലിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടും കുലുക്കം ഇല്ലാത്ത ആഡംബര ജീവിതമായിരുന്നു നീരവ് മോദി നയിച്ചിരുന്നത്. 2019-ലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. നീരവ് ലണ്ടനിലുണ്ടെന്ന് UK സർക്കാർ സ്ഥിരീകരിച്ചു എങ്കിലും തട്ടിപ്പുകാരന്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നത് ടെലഗ്രാഫ് എന്ന പത്രമായിരുന്നു. കോടതിയിൽ ബ്യൂട്ടിക് ലോ എന്ന മുന്തിയ വക്കീൽ സ്ഥാപനത്തെ അണിനിരത്തി നീരവ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ നേരിട്ടു. വലിയ ജാമ്യസംഖ്യ കെട്ടിവെച്ച് വീട്ടുതടങ്കലിൽ കഴിയാം എന്ന നീരവിന്റെ നിർദ്ദേശം കോടതി ആദ്യമേ തള്ളിയിരുന്നു. ലോകത്തെ വജ്രാഭരണ ബ്രാൻഡുകൾ സൃഷ്ടിക്കുന്ന നീരവിന്റെ കഴിവിനെ വാഴ്ത്തി ഫ്രഞ്ച് ആഭരണ വിദഗ്ധൻ തിയറി ഫ്രിഷ് കോടതിയിൽ നൽകിയ മൊഴിയും ചീറ്റി. നീരവിന് ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന് വാദിക്കാൻ മനഃശാസ്ത്ര വിദഗ്ധനും എത്തി എങ്കിലും അതും ഏശില്ല. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിടാതെ പിന്തുടരുകയാണ്. എല്ലാ കുറ്റവാളികളെയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പൂട്ടും എന്ന ആ ഒരു നയത്തിന്റെ പാതയിൽ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ. അത് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റും സൂചിപ്പിക്കുന്നത്.